2,90,000 റുപ്യക്ക് ഹോണ്ട മേസ് 13 മോഡല് അതും ഫുൾ ആണ്. 2,90,000 റുപ്യക്ക് ഇപ്പത്തെ ഓഫർ റേറ്റ് ഫുൾ ഗ്യാരണ്ടി കൊടുക്കുന്നല്ലേ? 20 വരെ മൈലേജ് കിട്ടും. 20-22 മൈലേജ് എന്തായാലും ഇത് ഓഫർ റേറ്റ് നമ്മൾ 11 റുപ്യ കൊടുക്കാം. 11 റുപ്യ കൊടുക്കുന്നത്. എത്ര മോഡലാണ്? 2013 ഓട്ടോമാറ്റിക് 4 ടയർ പുതിയത്. 6,85,000 റുപ്യ കൊടുക്കാം. കൊടുക്കാം. 6,85,000 ഇതൊക്കെ ഓഫർ ഫുൾ ലോണും കയറ്റി കൊടുക്കാം. ഫുൾ ലോൺ ആണ് എല്ലാ ഓഫർ. ഇത് 2,35,000 റുപ്യ ഫൈനൽ കൊടുക്കാം. 70,000 ഓടി വണ്ടി. ഇതൊക്കെ ഓഫർ റേറ്റ് ആട്ടാ. എല്ലാ ഓഫർ ആൾക്കാർ വന്നാൽ മതി. ഓഫർ റേറ്റ് 19 റുപ്യ കൊടുക്കാം. ഓഫറുകൾക്ക് 19 ലക്ഷം രൂപ കൊടുക്കാം. അത് സെറ്റ് ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ. ഇത് നമുക്ക് 3 ലക്ഷം റുപ്യ കൊടുക്കാം. 3 ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് സ്പോർട്സ് i20 കൊടുക്കാം. എന്തെങ്കിലും കുറച്ചും കൊടുക്കാം അല്ലേ? 5,80,000 കൊടുക്കാം. 5,80,000 കൊടുക്കാം. എന്തെങ്കിലും കുറച്ചും കൊടുക്കാം. 30 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി ഉണ്ടാവാം. വെറും 30,000 റുപ്യ 7 സീറ്റ് 4.5 ലക്ഷം റുപ്യ ലോണും കൊടുക്കാം. മാക്സിമം വീണ്ടും ഓഫറുകളൊക്കെ കുറെ വണ്ടികൾ വന്നിട്ടില്ലേ? ഫുൾ ഓഫർ. പുതിയ വണ്ടികൾ ഒരു 10-12 വണ്ടികൾ വന്നു. ഇപ്പൊ സ്റ്റോക്ക് അറിയണം. ഒക്കെ ഓഫറുകളൊക്കെ കൊടുക്കും. ഒക്കെ ഓഫർ. ഫോർച്യൂണർ ഓഫറുകളൊക്കെ അതേപോലെ ക്രിസ്റ്റൽ ഓഫർ അല്ല. ഓഫർ സ്വിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മറ്റേ 11 റുപ്യക്കാണ് 13 മോഡൽ ഓട്ടോമാറ്റിക് വണ്ടി കൊടുക്കുന്നത്. ഓഫർ എന്താണ്? ക്രിസ്റ്റൽ 19 റുപ്യ. 19 റുപ്യക്ക് 16 മോഡല് 17 റേസർ 2ാം മാസം വണ്ടി. 70 വണ്ടി. ആ കൂടി വണ്ടിയില്ലേ? ഫുൾ ഗ്യാരണ്ടി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി. ഒക്കെയുണ്ട്. നമ്മളെ ലൊക്കേഷൻ വരുന്നുണ്ടെന്നാല് നമ്മള് മലപ്പുറം ജില്ല തിരൂര് കാരത്തൂരാണ് നമ്മളെ ലൊക്കേഷൻ. എന്റെ വീട്ടിൽ തന്നെയാണ് അല്ലേ? മേജർ ആക്സിഡന്റ് ഫ്ലഡും ഒന്നുമില്ല. അതൊക്കെ പറഞ്ഞു കൊടുക്കും. എന്തുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. ഏജ് ഒപ്പിട്ട് കൊടുക്കും. അത്ര ഗ്യാരണ്ടി ഉണ്ട്. ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കും. ഒക്കെ ചെയ്ത് കൊടുക്കും. കേരളത്തിൽ എവിടെയും കൊടുക്കാൻ. അത്ര ഗ്യാരണ്ടി ഉണ്ട്. എത്ര മുതൽ വണ്ടികൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്? നമ്മളൊക്കെ ഒരു 2 റുപ്യ മുതൽ 18 ലക്ഷം റുപ്യ 19 ലക്ഷം റുപ്യ വരെയുള്ള വണ്ടികളുണ്ട്. 2 ലക്ഷം മുതൽ 19 ലക്ഷം വരെയുള്ള വണ്ടികളുണ്ട്. എല്ലാം 90 വണ്ടിയുണ്ട് ഉണ്ടല്ലേ? ഏത് വണ്ടികളും കൊടുക്കും. അമേസുകളൊക്കെ ഫുൾ ഏകദേശം വണ്ടികളൊക്കെ ഫുൾ ആണ്. വരാണ്ട് ഒക്കെ ഫുൾ ആണ് കൊടുക്കും. എക്സ്യുവൽ ഉണ്ട്, 7 സീറ്റ് ഇലക്ട്രിക്കൽ അങ്ങനെ കൊടുക്കാം. ഏത് വണ്ടിയാണെങ്കിലും കൊടുക്കാല്ലേ? പാർട്ടിന്റെ ചോയ്സിനനുസരിച്ച് നമുക്ക് വണ്ടി കൊടുക്കാല്ലേ? ഒക്കെ വീടിലൊക്കെ പോലെ. മുസ്തുക നല്ല ഓഫർ വിലക്ക് നല്ല അടിപൊളി ഇന്നോവ ക്രിസ്റ്റല്. സെഡ് ഓട്ടോമാറ്റിക് ആണല്ലേ? സെഡ് ഓട്ടോമാറ്റിക് 2017-16 റൈസർ. 16 മോഡൽ 17 രജിസ്ട്രേഷൻ. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 70,000. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടി. ഹിസ്റ്ററിലെ കറക്റ്റ് പക്ക വണ്ടി. പക്ക വണ്ടി. 4 ടയർ പുതിയ ടയർ. കടുപ്പത്തൻ ടയർ ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാ ഉള്ള വണ്ടിയിലെ. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർ 2. സെക്കൻഡ് ഓണർ നിലവിലുള്ള തിരുവനന്തപുരം രജിസ്ട്രേഷൻ ആണല്ലേ? അതെ. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കുന്നത്? ഓഫർ ആയിട്ട് 19 റുപ്യ കൊടുക്കാം. ഓഫറുകൾക്ക് 19 ലക്ഷം രൂപ കൊടുക്കാം. അത് സെറ്റ് ഓട്ടോമാറ്റിക്. അതിനാണെങ്കിൽ കുറച്ചും കൊടുക്കൂലേ? അതിന് ചെറിയ വ്യത്യാസം ചെയ്ത് നമുക്ക് കൊടുക്കാം. 7 സീറ്റ് വണ്ടിയിലെ? 7 സീറ്റ് വണ്ടി. ഇതിപ്പോ ലോൺ എത്ര കയറുന്നാലേ? ഇതിപ്പോ 10-15 റുപ്യ ലോൺ കയറും. 17 ലക്ഷം ലോൺ കയറും. ഒരു 2 ലക്ഷം മുടക്കില് സെറ്റ് ഓട്ടോമാറ്റിക് ഇന്നോവ ക്രിസ്റ്റ ഉണ്ടാകാല്ലേ? ഫുൾ ഗ്യാരണ്ടി ഉണ്ട്. ചെറിയ ഓട്ടോയുടെ വണ്ടി. 70,000 കിലോമീറ്റർ കറക്റ്റ് സർവീസുള്ള വണ്ടിയില്ലേ? ഇത് ഹോം ഡെലിവറി ഒക്കെ ചെയ്ത് കൊടുക്കാം. ആളുകൾ വന്ന് എങ്ങോട്ട് ചെയ്ത് കൊടുക്കും. ഇതിപ്പോ ഡീസൽ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും? ഇത് ഡീസൽ ഓട്ടോമാറ്റിക് 10-12 മൈലേജ് കിട്ടും. ആ ലെവലില് ധൈര്യം പറയാം. കറക്റ്റ് സർവീസുള്ള വണ്ടിയല്ല. ഓക്കെ. മുസുക അടുത്ത വണ്ടി ഓട്ടോമാറ്റിക് i20 2012-13 റൈസറുള്ള വണ്ടി. 13 രജിസ്ട്രേഷൻ. 65,000 കിലോമീറ്റർ വണ്ടി. ഓപ്ഷൻ ഇത് സ്പോർട്സിൽ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 2ാമത്തെ ഓണർ. ഇത് നമുക്ക് 3 ലക്ഷം റുപ്യ കൊടുക്കാം. 3 ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് സ്പോർട്സ് i20 കൊടുക്കാം. എന്തായാലും കുറച്ചും കൊടുക്കാം അല്ലേ? ചെറിയ വ്യത്യാസം ചെയ്ത് കൊടുക്കാം. നമുക്ക് ഡിക്കി സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്താൽ വണ്ടിയാണ്. 2ാമത്തെ ഓണർ. വെറും 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററിലുള്ള വണ്ടി റേറ്റ് പറയാം. അതും പെട്രോൾ വണ്ടിയില്ലേ? ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? എന്നാ ലോൺ എത്ര കയറുമോ? ഇതിമോ ലോണ് നമുക്ക് മാക്സിമം 2-2.5 റുപ്യ 2 ലക്ഷം വരെ മാക്സിമം ലോൺ കയറും. ഒരു 10-20 റുപ്യ ഇറങ്ങോ അല്ലേ? പ്രൊഫൈൽ മാക്സിമം ചെയ്ത് കൊടുക്കാം. ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. ഓട്ടോമാറ്റിക്കലി 10-12 മൈലേജ് കിട്ടും. മൈലേജും കിട്ടും. ധൈര്യം പറയാം. വേറെ പണികൾ കാര്യങ്ങൾ. മുസ്തുക നല്ല അടിപൊളി നെക്സോണും ബ്ലാക്ക് എഡിഷൻ വണ്ടിയില്ലേ? ബ്ലാക്ക് എഡിഷൻ വണ്ടി. അത് ഓട്ടോമാറ്റിക്കല്ലേ? എങ്ങനെ മോഡലുണ്ട്? ഇത് 2018 ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ. 18 ഫുൾ ഓപ്ഷൻ വണ്ടി. ഓട്ടോമാറ്റിക് 22 മൈലേജ് കിട്ടും. ഓട്ടോയിൽ 22 മൈലേജ് കിട്ടും. 4 കടുപ്പത്തൻ ടയർ. നമുക്കിത് 5,90,000 റുപ്യ കൊടുക്കാം.
590 നെക്സോൺ ലോണും കയറ്റി കൊടുക്കാം. ഫുൾ ലോണും കയറ്റി ഫുൾ ലോൺ നെക്സോൺ കൊടുക്കല്ലേ? ഫുൾ ഗ്യാരണ്ടി വണ്ടില്ലേ? ഗ്യാരണ്ടി വണ്ടി. ഓ ഏതാ വണ്ടില്ലേ? ഓ 3 മോഡ് കാര്യങ്ങൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആണ് എല്ലാം കൊണ്ട് പക്കല്ലേ? ഇതിപ്പോ റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല, പക്ക വണ്ടി. ഹിസ്റ്ററിയുള്ള വണ്ടിയല്ലേ നമ്മളൊക്കെ? അതാണ് മെയിൻ ആയിട്ട് വണ്ടില്ലേ? റീപ്ലേസ് ചെയ്യാൻ കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം വൃത്തിയുള്ള വണ്ടിയില്ലേ? ഓട്ടോമാറ്റിക്കലി 22 കിലോമീറ്റർ 22 മേലെ കിട്ടും, എന്തായാലും കിട്ടും. ധൈര്യം പറയാം, ധൈര്യത്തിൽ കൊടുക്കാം. ഇത് എവിടെയും കിട്ടൂല റേറ്റിന്. കേരളത്തിൽ ഈ വിലക്ക് എവിടെയും കിട്ടും. അത് 590 അന്നത്തെ റേറ്റ് കൊടുക്കണ്ടല്ലേ? ഫുൾ ഗ്യാരണ്ടി വണ്ടിയില്ലേ? പുസ്തക അടുത്ത വണ്ടി TV 100 ആണത്. ഓഫർ 3,400 രൂപ ഡീസൽ, 22 മൈലേജ് കിട്ടും. കിട്ടുന്ന വണ്ടി 3,400 രൂപ കൊടുക്കാം. 2016 വണ്ടി. പൈസ വേണ്ട, കൊണ്ടുപോവാ. ഓൾക്ക് അങ്ങോട്ട് ക്യാഷ് ബാക്ക് പൈസ കൊടുക്കാം. എത്ര ഓടിക്കണ? ഇത് 110. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പില്ലേ? റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല, ഒരു പരിപാടി നമ്മള് റീപ്ലേസ് ഉള്ള പരിപാടി നമുക്ക്. നല്ല വണ്ടി മാത്രം കൊടുക്കുള്ളൂ. മുമ്പിൽ 3 പോകാലല്ലേ? 6 ആൾക്ക്. മുമ്പിൽ 3 ബാക്കിൽ 3 6 ആൾക്ക് പോകാം. എല്ലാം കൊണ്ടും ഗ്യാരണ്ടി വണ്ടിയില്ലേ? 6 ആൾക്ക് മൊത്തത്തിൽ 6 ആൾക്ക് ഫുൾ ഗ്യാരണ്ടി വണ്ടിയില്ല. എത്ര വൈകുണ്ടായിരുന്നു? 3,400 രൂപ കൊടുക്കാം. 3,400 ലക്ഷം രൂപ ഡീസൽ നല്ല മൈലേജ് പൈസ കൊടുക്കണ്ട, ഫുൾ ലോൺ വണ്ടി കൊടുക്കാം അല്ലേ? എത്ര മൈലേജ് ഡീസലിന്? ഇത് ഡീസൽ 22 മേലെ കിട്ടുന്നുണ്ട്. എന്തായാലും കിട്ടും. ഹോം ഡെലിവറി ഒക്കെ ചെയ്തും കൊടുക്കും. അത് എന്നിട്ട് ചെക്ക് ചെയ്ത് കൊണ്ടുപോയാൽ മതിയല്ലോ. അതാണ് ഓഫർ വിലക്ക് അടിപൊളി ലിവലെ ഡോയൽ ടൂൺ കളർ വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയില്ലേ? വീഡിയോ ആണ്. തിരുവനന്തപുരം രജിസ്ട്രേഷൻ. ഇത് ഫുൾ ഓപ്ഷൻ ടൈപ്പ് ആക്കിയാണ് ചെയ്താണല്ലേ? എത്ര ഓടിക്കണം? ഇത് 65,000 കിലോമീറ്റർ. 65,000 കിലോമീറ്റർ ഓടിക്കണോ? വീഡിയോ ആണല്ലേ? ഓണർഷിപ്പ് എത്രയാണോ? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല, ഹിസ്റ്ററിയുള്ള വണ്ടിയാ. കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയില്ല? ഫുൾ ഗ്യാരണ്ടിയിൽ പറഞ്ഞു കൊടുക്കാല്ലേ? ഇത് നമുക്ക് 7,55,000 രൂപ കൊടുക്കാം. 7,55,000 കൊടുക്കാം. കുറച്ചും കൊടുക്കാം. ചെറിയ വിറ്റേജ് ചെയ്ത് കൊടുക്കാം നമുക്ക്. പുത്തൻ ടയറ്, പുതിയ സീറ്റ് കവർ, പുതിയ ഇൻഷുറൻസ് ഒക്കെ ഉള്ള വണ്ടിയാ. ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് അല്ലേ? ഫസ്റ്റ്. ഇതുമ്പോ ലോൺ എത്ര കയറുന്നാലേ? ഇതിന് ഒരു 6,000 രൂപ ലോൺ കയറും. 10,000 7,000 രൂപ കിട്ടും മാക്സിമം വരും. പ്രൊഫൈൽ ഉഷാറാണ്, മാക്സിമം ലോൺ ആണല്ലേ? എന്തായാലും 50,000 മുടക്കിലും 60,000 മുടക്കിലും 50 രൂപ മുടക്കിലും എന്തായാലും വണ്ടി ഇറക്കാം. ഇതിപ്പോ ഡീസൽ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? ഡീസൽ ഒരു 10 രൂപ മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. വേറെ പണികള് കാര്യങ്ങളൊന്നും സർവീസ് വന്നിട്ടുള്ളൂ അല്ലേ? മുസ്തഫ അടുത്ത വണ്ടി വണ്ടി ഓഫർ റേറ്റിലാട്ടു. ഓഫർ 2013 വണ്ടി. ബ്ലാക്ക് എഡിഷൻ. 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. തിരൂർ രജിസ്ട്രേഷൻ വണ്ടിയില്ലേ? രജിസ്ട്രേഷനിലെ വണ്ടി. ഫാൻസി നമ്പർ ഉണ്ട് 5154. അതെ അതെ. ഇത് ഓഫർ റേറ്റ് നമ്മൾ 11 രൂപ കൊടുക്കാം. 11 രൂപ നമ്മൾ കൊടുക്കുന്നത്. എത്ര മോഡലാണ്? 2013 ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക്. 4 ടയർ പുതിയത്. പുതിയ ഇൻഷുറൻസ്. ഇന്റീരിയലൊക്കെ നീറ്റ് ആൻഡ് ക്വാളിറ്റി ബ്ലാക്ക് എഡിഷൻ ഉണ്ടല്ലേ? ഇത് നമുക്ക് ഓഫർ റേറ്റ് ആണ് 11 രൂപയ്ക്ക് നമുക്ക് കൊടുക്കുന്നത്. 11 ലക്ഷം രൂപ കൊടുക്കും. ഓഫർ ഓഫർ ഉണ്ട്, പെരുന്നാളായിട്ട് ഓഫർ. അതെ. റീപ്ലേസ് കാര്യങ്ങളൊന്നും മെയിൻ ക്ലാസ് റീപ്ലേസ് മാറിക്കണോ? വേറെ മേജർ കാര്യങ്ങൾ മേജർ ഒന്നുമില്ല. എല്ലാം കൊണ്ട് ഉഷാറല്ലേ? ചെക്ക് ചെയ്ത് കൊണ്ടാൽ മതിയല്ലോ. അതെ, ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് വണ്ടി എടുക്കാല്ലേ? 8 അടിപൊളിയായിട്ട് പോകാല്ലേ? ഇതിപ്പോ ലോൺ കയറുന്നാലേ? ഇതിപ്പോ ലോൺ കയറും. ഇത് 10 രൂപ ലോൺ ആയി കിട്ടും. 10 ലക്ഷം ലോൺ കയറും. 1-2 ലക്ഷം മുടക്കിൽ വണ്ടി എടുക്കാല്ലേ? പ്രൊഫൈലെ മെയിനായിട്ട് പറഞ്ഞല്ലേ? ക്ലിയർ ആണെങ്കിൽ 10 ലക്ഷം രൂപ നമുക്ക് ലോൺ ആയി മാക്സിമം ലോൺ കയറും. 2 ലക്ഷം 2 ലക്ഷം മുടക്കിലോ അല്ലെങ്കിൽ 1 ലക്ഷം 1.5 ലക്ഷം മുടക്കിലൊക്കെ ഇറക്കാല്ലേ? ഇത് ഡീസൽ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും? ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ഒരു 10 ഒക്കെ മൈലേജ് കിട്ടും. 10 ലെവല് പറഞ്ഞിട്ടുള്ളൂ അല്ലേ? 2 വീൽ ഓട്ടോമാറ്റിക് ആണല്ലേ? 2 വീൽ ഓട്ടോമാറ്റിക്. ഫുൾ ഓഫർ റേറ്റിൽ അപ്പത്തെ കൊടുക്കുക. എല്ലാ ഓഫറും അല്ലേ? പെരുന്നാളായിട്ട് ഫുൾ ഓഫർ ആക്കിയ. മുസ്തഫ അടുത്ത വണ്ടി ബ്ലൂ കളർ സ്വിഫ്റ്റിലെ 2018 ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ആണല്ലേ? പുഷ്പട്ടനൊക്കെ വരുന്ന വണ്ടിയിലെ 5,60,000 രൂപ കൊടുക്കാം. 5,60,000 ഫുൾ ഓഫർ ഓഫർ റേറ്റ് 5,60,000 രൂപ കൊടുക്കണം. എത്ര ഓടിക്കണെന്നാല്? ഇത് 1,20 ഓടിയുണ്ട്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? ഇത് ഓട്ടോമാറ്റിക് ഇത് റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല, ഒരു പരിപാടി ഗ്യാരണ്ടി പറയാം. ഗ്യാരണ്ടി കൊടുക്കാം. എത്ര 5,60,000 രൂപ. 5,60,000.
ഓക്കെ അതിൽ എന്തായാലും കുറച്ചും കൊടുക്കും. ഇത് ഫൈനൽ റേറ്റ് അത് കിട്ടൂല നമ്മള് ഓഫർ അടിക്കരുത്. എല്ലാ ഓഫറുകളും കൊടുക്കണം. പെരുന്നാളൊക്കെ ആയോണ്ടേക്കാരല്ലേ പെരുന്നാളിന്. അതാണ്. ലോൺ എത്ര കയറുന്നാല്? ഇത് ഫുൾ ലോൺ കയറ്റി കൊടുക്കാം. ഫുൾ ലോണ് മാക്സിമം ലോൺ ആണ്. ആളുകൾ വന്നാൽ മാക്സിമം എല്ലാവരും ഫുൾ ലോൺ കൊടുക്കാം. ലോൺ ആക്കി നമ്മൾ കൊടുക്കാം. പെട്രോള് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് 10-15 വരെ കിട്ടും. എന്തായാലും കിട്ടും. നല്ല അടിപൊളിയായിട്ട് പോകല്ലേ. പുഷ്പട്ടനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഗീർ വരെ മാറണല്ലേ. അടുത്ത വണ്ടി എലൈറ്റ് i20 എലൈറ്റ് അല്ല ആസ്ട്ര ഓപ്ഷൻ. ആസ്ട്ര ഓപ്ഷൻ എലൈറ്റ് ടോപ്പിന്റെ ടോപ്പിന്റെ വണ്ടി 4 എയർ ബാഗ് വണ്ടി. 2017 വണ്ടി. 17 KL55 തിരൂരാണല്ലേ. ഇത് നമുക്ക് 5,85,000 രൂപ കൊടുക്കാം. 5,85 കൊടുക്കാം നമുക്ക്. നല്ല വണ്ടി. ഓപ്ഷൻ അല്ലേ. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വരുള്ളൂ. എത്ര ഓടിക്കണ്ടേ? ഇത് 140 ഓടി. കറക്റ്റ് 5,000 സർവീസുള്ള വണ്ടിയാ. 5,000 കറക്റ്റ്. അടിപൊളി ലെതർ സീറ്റ് ഒക്കെ ഉള്ള വണ്ടിയാ. ചെയ്തോണ്ടല്ലേ. റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ലല്ലേ. എത്ര 5? നമുക്ക് 5,85,000 രൂപ കൊടുക്കാം. ചോദിക്കണ്ട് കുറച്ച് കൊടുക്കോ? എന്തോ ചെറിയ വ്യത്യാസം ചെയ്ത് കൊടുക്കാം അല്ലേ. ലോണ് കാര്യങ്ങളൊക്കെ ലോണ് നമുക്ക് ഒരു 5 രൂപ വരെ ലോൺ കിട്ടി കൊടുക്കാം. മാക്സിമം ലോൺ 10 രൂപ വണ്ടി ആക്കാം. വെറും 30,000 രൂപയ്ക്ക് ലൈറ്റ് 20 ആസ്റ്റർ ഓപ്ഷനിലും ഉണ്ടാക്കാം. ഫുൾ ഗ്യാരണ്ടി വണ്ടി. ഇസ്റ്ററിലും ഉണ്ടല്ലേ. ഡീസൽ പെട്രോളാ? ഡീസൽ 10 രൂപ മൈലേജ് കിട്ടൂലേ? എന്തായാലും കിട്ടും. നല്ല ദമ്മ വണ്ടിയിലെ. അടുത്ത വണ്ടി ചെറിയ മുടക്കില് ഹോണ്ട സിറ്റിയിലെ. ഹോണ്ട സിറ്റി ന്യൂ ഷേപ്പ് ആണ്. എത്ര മോളിലുണ്ട്? ന്യൂ ഷേപ്പ് ആക്കിയതാണല്ലേ. ഫുള്ള് ന്യൂ ഷേപ്പ് ആക്കിയാ. എങ്ങനെ മോളിലുണ്ട്? ഇത് 2015 വണ്ടി. 15 ആണല്ലേ. ഇത് ഓപ്ഷൻ ഏതാ? XV ആണല്ലേ. ബട്ടൺ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ. ഫുള്ളോടെ ഉണ്ടല്ലേ. ഫുള്ളോടെ വണ്ടി. സൺറൂഫ് ഉണ്ടാവില്ല. അതല്ലാത്ത എല്ലാ ഓപ്ഷനും വരുന്നുണ്ടല്ലേ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 120 ഓടിയിട്ടുണ്ട്. ഇത് നമുക്ക് 5,85,000 രൂപ കൊടുക്കാം. ഹോണ്ട സിറ്റി കൊടുക്കാം 15 മോളില്. 5 ലക്ഷം രൂപ ലോണും കയറ്റി കൊടുക്കാം. നമുക്ക് കേറും. ക്യാഷ് ബാക്ക് ഉണ്ടപ്പോ. പൈസ ലോണിന് പുറമെ ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കാനല്ലേ. അടവർക്കുള്ള കാര്യം കൊടുക്കാം. എത്ര ഓടിക്കണ്ടെന്നാല്? ഇത് 120. ഇസ്റ്ററിലുണ്ടല്ലേ. റീപ്ലേസ് ചെയ്യാലോ. റീപ്ലേസ് മെയിൻ ക്ലാസ് ഉണ്ട്. മാറിയണോ? വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഇല്ലാത്ത വൃത്തിലുണ്ടല്ലേ. 10-24 മൈലേജും കിട്ടും. ഡീസലിന് മൈലേജും കിട്ടും വണ്ടിയില്ലേ. ലോൺ എത്ര കയറുന്നാല്? ഫുൾ ലോൺ ആണല്ലേ. ലോണും ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കാല്ലേ. എല്ലാം കൊണ്ടും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ വേണ്ടില്ലേ. ധൈര്യമായിട്ട് വരാല്ലേ. ഒക്കെ ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കാം. 4 പുത്തൻ ടയറ് ഫുള്ള് പുതിയ മോഡലാക്കി വണ്ടിയാ. ന്യൂ ഷേപ്പ് ആക്കി വണ്ടിയില്ലേ. ചെറിയ വിലക്ക് WR കൊടുക്കാലോ. ഡീസൽ വണ്ടി നല്ല മൈലേജ് 25 മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. ഫുൾ ഓപ്ഷൻ വണ്ടി. സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് മോഡലുണ്ട്. 2017 90 ഓടിയിട്ടുണ്ട്. 17 മോളില് 90,000 കിലോമീറ്റർ ഓടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയില്ലേ. അതെ. റീപ്ലേസ് ചെയ്യല ഒന്നുമില്ല. ഒരു പരിപാടി ചെയ്യല. ഏറ്റവും ഫുൾ ഓടാണ്. സൺറൂഫ് ഒക്കെ വർക്കിംഗ് ആണല്ലേ. ക്ലീൻ വണ്ടി. സർവീസിംഗ് ഉള്ള വണ്ടി. ഇസ്റ്ററിലുണ്ടല്ലേ. സിംഗിൾ ഓണർ വണ്ടി. അത് റീപ്ലേസ് ചെയ്യാത്ത വണ്ടി. ഇത് നമുക്ക് 6,85,000 രൂപ കൊടുക്കാം. WR കൊടുക്കാം. 6,85,000. ഇതൊക്കെ ഓഫർ. ഫുൾ ലോണും കയറ്റി കൊടുക്കാം. ഫുൾ ലോൺ ആണ്. എല്ലാ ഓഫറും പെരുന്നാൾ നോമ്പറ്റ് എല്ലാ ഓഫറും. ആളുകൾ വന്ന് വണ്ടി കൊണ്ടോട്ടല്ലേ. ഇതൊക്കെ ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കൂലേ. കൊടുക്കാം. ആളുകൾ വന്നാൽ മാത്രം മതില്ലേ. പ്രൊഫൈൽ ക്ലിയർ ആണ്. ഇത് ഫുൾ ലോൺ നമുക്ക് ഫുൾ ചെയ്ത് കൊടുക്കാം. 7 ലക്ഷം വരെ ഫുൾ ലോൺ കയറും. 7 ലക്ഷം വരെ ലോൺ കയറും. ബാക്കി ക്യാഷ് ബാക്ക് ആയിട്ട് അങ്ങനെ കിട്ടും. പ്രൊഫൈൽ ഉഷാറാണ്. പുസ്തകം അടുത്ത വണ്ടി എർട്ടിക്കല്ലേ. 7 സീറ്റ് എർട്ടിക്ക. 7 സീറ്റ് ZD വണ്ടി. ZD ഏറ്റവും ഫുൾ ലോൺ വണ്ടിയില്ലേ. ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് ഓഫർ വില കൊടുക്കും. ഓഫർ 4,80,000 രൂപ കൊടുക്കാം. 4 MB കൊടുക്കാം. നല്ല ക്ലീൻ വിസിറ്റ്. രണ്ടാമത്തെ ഓണർ. സെക്കൻഡ് ഓണർഷിപ്പിൽ വണ്ടിയില്ലേ. ഓടിക്കണ എത്ര? ഇത് 160 ഓടിയിട്ടുണ്ട്. അലയിൽ ഓടിക്കുന്നുണ്ട്. സർവീസുള്ള വണ്ടിയാണ്. പറയാം. റീപ്ലേസ് ഉണ്ടോ? മെയിൻ ക്ലാസ് ഉണ്ട്. മാറിയണോ? വേറെ മേജർ ഒന്നുമില്ല. ഒരു പരിപാടി സെറ്റ് ഉണ്ട്. കാര്യമുണ്ട്. സീറ്റ് കവർ ഒക്കെ ഉണ്ട്. സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലേ. റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് സെൻസർ ചെയ്തോണ്ട്. സബ് ആകുമ്പോ എല്ലാ പരിപാടി ഉണ്ടല്ലേ. 8 അടിപൊളിയായിട്ട് പോകലേ. ചെറിയ ഫാമിലിക്ക് പറ്റിയ വണ്ടി. ഏറ്റവും ഫുൾ ലോഡാണ്. നല്ല മൈലേജ് ഉണ്ടാവും. 8 പോവും ചെയ്യാം. ചോദിക്കണ 5,80,000 കൊടുക്കാം. 5 MB കൊടുക്കാം. എന്തെങ്കിലും കുറച്ചും കൊടുക്കാം. 30 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഉണ്ടോ? വെറും 30,000 രൂപ 7 സീറ്റ് 4.5 ലക്ഷം രൂപ ലോണും കൊടുക്കാം. മാക്സിമം വരും. ഫുൾ ഗ്യാരണ്ടി ഉണ്ട്. ഗ്യാരണ്ടി കൊടുക്കാം. ഇത് ഡീസലാകുമ്പോ മൈലേജ് കിട്ടും. ഡീസലാകുമ്പോ 10 രൂപ മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. ധൈര്യമായിട്ട് പറയാം. ധൈര്യത്തിൽ കൊടുക്കാൻ. അടുത്ത വണ്ടി വാഗണർ CNG വണ്ടിയാണ്. ഓഫർ വില കൊടുക്കണം. കേരളത്തിൽ കൊടുക്കാത്ത വിലക്ക്. 2,60,000 രൂപ CNG വാഗണർ 2016 മോഡൽ നമ്പറായ വണ്ടി. 16 നമ്പറായ വണ്ടി. കേരള നമ്പറായ വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1 സംതിങ് ഓടിയുണ്ട്. ഓടിക്കണ്ട്.
ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ നിലവിലുള്ള അല്ലേ? റീപ്ലേസുകൾ ഒന്നുമില്ല. മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്, മാറിയണോ? വേറെ മേജറും കാര്യങ്ങളൊന്നും ഇല്ല. ഓഫർ റേറ്റ് 1.60, 2.60. 2,60,000 ഓഫർ വിലക്ക് CNG പെട്രോളും പാടുള്ളത് വണ്ടി കൊടുക്കാറല്ലേ? അതും ഗ്യാരണ്ടി വണ്ടിയില്ലേ? ഗ്യാരണ്ടി വണ്ടി. കമ്പനി നല്ല സീറ്റ് ലെതർ സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വണ്ടിയില്ലേ? 2.60 ഫുൾ ലോൺ കയറ്റി കൊടുക്കാം. ഫുൾ ലോൺ ഓരോ പ്രൊഫൈലൊക്കെ ക്ലിയർ ആണ്. ഫുൾ ലോൺ വേഗമല്ലേ? 2,60,000 രൂപ കൊടുക്കാം. CNG വണ്ടി പെട്രോളോടും CNG കോടും രണ്ടിലോടും നല്ല മൈലേജ് ഉണ്ടോ? നല്ല മൈലേജ് ഉണ്ട്. ഒരു 15-30 മൈലേജ് കിട്ടൂലേ? ഓ എന്തായാലും കിട്ടും. അതാണ് ഫുൾ ഓൺ ഉറപ്പ് മുടക്കണ്ടല്ലേ? ഫുൾ ഗ്യാരണ്ടി ആയിട്ടുള്ള ഓഫർ അതാണ്. അടുത്ത വണ്ടി ഹോണ്ട അമേസിലെ ഓഫർ വിലക്കില്ലേ? ഓഫർ 2,90,000 രൂപയ്ക്ക് 2013 വണ്ടി. 13 വണ്ടി ഡീസൽ വണ്ടി 25 മൈലേജ് കിട്ടും. ഓഫർ വിലക്കില്ലേ? ഫൈനൽ റേറ്റ് 290. വില കുറച്ച് കൊടുക്കലോണ്. ഫുൾ ഓണ് എത്ര ഓടിയിരുന്നാല്? ഇത് 1.25 ഓടിയുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ നിലവിലുള്ള. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല, ഒരു പരിപാടി ഇല്ല. ഫുൾ ലോൺ. ഫുൾ ലോണല്ലേ? 2.90. അത്യാവശ്യം നല്ല വൃത്തിലുണ്ട്. സീറ്റാറ് കാര്യങ്ങളൊക്കെ ഏറ്റവും ടോപ്പില്, ഏറ്റവും ഫുൾ ഓടല്ലേ? അലവില് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റാറ് കാര്യങ്ങൾ അതും ഉഷാറാണ്. എല്ലാം ഉഷാറല്ലേ? 2,90,000 രൂപയ്ക്ക് ഹോണ്ട അമേസ് 13 മോഡല്, അതും ഫുൾ ഓൺ. 2,90,000 രൂപയ്ക്ക് ഇപ്പത്തെ ഓഫർ റേറ്റ് ഫുൾ ഗ്യാരണ്ടി കൊടുക്കുന്നില്ലല്ലേ? 20 വരെ മൈലേജ് കിട്ടൂല? 20-22 മൈലേജ് എന്തായാലും കിട്ടും. അടുത്ത വണ്ടി ഡാക്സന്റെ റെഡിഗോ 2020 മോഡല്. 20 മോഡല് ഫുൾ ഓണും ക്യാഷ് ബാക്ക് അങ്ങനെ കൊടുക്കാം. നമുക്ക് ആകെ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടി വണ്ടിയില്ല. ഫുൾ ഗ്യാരണ്ടി അല്ലേ? ഇത് 2,35,000 രൂപ ഫൈനൽ കൊടുക്കാം. കൊടുക്കാം. 70,000 ഓടി വണ്ടിയില്ലേ? 70,000 ഓടി വണ്ടി. ഇതൊക്കെ ഓഫർ റേറ്റ് ആട്ടാ. എല്ലാ ഓഫറുകളൊക്കെ ആൾക്കാർ വന്നാൽ മതി. ഇത് കൊടുക്കാം. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഒരു പരിപാടി ഇല്ല. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് ഉണ്ട്, രണ്ടാമത്തെ ഓണർഷിപ്പ് അല്ലേ? എല്ലാം കൊണ്ടും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഫുൾ ഓൺ ആണ്. 2.90. 70 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 4 ടയർ പുതിയതുണ്ട്, കടുപുത്തൻ ടയറും ഉണ്ട്. എല്ലാ ഓഫറുകൾക്കാണ്. ഇപ്പൊ ഈ പെരുന്നാൾക്ക് അടിച്ചു പൊളിച്ച് ടൂർ പോകാനൊക്കെ പറ്റുമല്ലേ? ഫാമിലി പോകാൻ പറ്റും. അതായത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ 10-15-16 മൈലേജ് കിട്ടും. 16-17 ലെവലൊക്കെ മൈലേജ് പറയാം. ഹൈറ്റിൽ നിന്ന് ഓടിക്കല്ലേ? അല്ലേ? ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും വണ്ടി. ഓക്കെ.